നമസ്കാരം. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി കൈകോർക്കുമ്പോൾ അത് വെറുമൊരു നയതന്ത്ര മര്യാദയായിരുന്നില്ല, മറിച്ച് അമേരിക്കൻ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്ന ത്രിശക്തി സഖ്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു. പശ്ചിമേഷ്യയിൽ പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന ഇടപെടലുകളെ ഒന്നിച്ച് നേരിടുമെന്ന് ലാവ്റോവിന്റെ ആഹ്വാനം അമേരിക്കയ്ക്കുള്ള നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെയും ചൈനയെയും വളയാൻ ശ്രമിക്കുകയാണ് എന്നും അതിന് ഏകീകൃതമായ പ്രതികരണം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ലോകം മറ്റൊരു ശീതയുദ്ധത്തിലേക്കല്ല, മറിച്ച് നേരിട്ടുള്ള ഒരു മഹാ ഏറ്റുമുട്ടലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ ചൈന റഷ്യയുടെ ജീവനാഡിയായി മാറിയതും റഷ്യയുടെ ആയുധ സാങ്കേതിക വിദ്യ ചൈനയുടെ കൈകളിൽ എത്തുന്നതും ലോകക്രമത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നീക്കം ശക്തമാക്കുമ്പോൾ ഇറാന്റെ പിന്നിൽ ഹിമാലയം പോലെ ഉറച്ചു നിൽക്കുകയാണ് റഷ്യയും ചൈനയും. ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിക്കുന്നതും സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്തുന്നതും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ലോകത്തിന്റെ ശ്വാസനാളം എന്ന് വിളിക്കാവുന്ന ഹോർമൂസ് കടലിടുക്ക് ഒരു വെടിമരുന്നിന്റെ ശാലയായി മാറിയിരിക്കുന്നു. വെറും 21 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ചെറിയ ജലസന്ധിയിലൂടെയാണ് ലോകത്തിലെ ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നു പോകുന്നത്. 2026 ഏപ്രിൽ പകുതി പിന്നിടുമ്പോൾ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ നാവികസേനയായ അമേരിക്കൻ നേവിക്ക് പോലും ഹോർമൂസിലെ ഈ ചോക്ക് പോയിന്റിൽ പതറേണ്ടി വരുന്നു. ഇറാന്റെ തീരപ്രദേശത്ത് നിന്നും നിഷ്പ്രയാസം തൊടുക്കാവുന്ന അത്യാധുനിക മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും അമേരിക്കൻ പടക്കപ്പലുകളെ വിറപ്പിക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുകയാണ്. ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ നിൽക്കുന്നത് ആത്മഹത്യാപരമാണെന്ന തിരിച്ചറിഞ്ഞ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കൻ അറേബ്യൻ കടലിലേക്ക് പിൻവാങ്ങേണ്ടി വന്നത് ട്രംപ് ഭരണകൂടത്തിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. കേവലം ആയുധബലം കൊണ്ടല്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായ മേൽക്കോയ്മ കൊണ്ടാണ് ഇറാൻ ഇവിടെ കളി നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കടലിടുക്കിലെ പ്രധാന പാതകളിൽ ഇറാൻ വിന്യസിച്ചിരിക്കുന്ന അത്യാധുനികമായ കടൽ ഖനികളും റഡാറുകളിൽ പെടാത്ത ചെറിയ ആഴം കുറഞ്ഞ ജല അന്തർവാഹിനികളും അമേരിക്കയെ ശരിക്കും കെണിയിലാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 21 വെടിനിർത്തൽ കാലാവധി അവസാനിക്കുമ്പോൾ ഹോർമൂസ് ബലമായി തുറക്കാൻ ശ്രമിച്ചാൽ അമേരിക്കൻ കപ്പലുകളെ കാത്തിരിക്കുന്നത് ഇറാന്റെ കാമിക്കാസെ ബോട്ടുകളും ചക്രവ്യൂഹം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുമാണ്. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായാണ് ഇറാൻ ഇപ്പോൾ ഉയർത്തുന്നത്. അതായത് അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഇറാന്റെ ഈ പ്രതിസന്ധി എങ്ങനെ അമേരിക്ക നീക്കുമെന്നതാണ്. ഇറാന്റെ അസമമായ യുദ്ധതന്ത്രം വലിയ യുദ്ധക്കപ്പലുകളെക്കാൾ ചെറിയും പ്രഹരശേഷിയുമുള്ള ആയുധങ്ങളിലാണ് വിശ്വസിക്കുന്നത്. ഹോർമോസിലെ ആഴം കുറഞ്ഞ കടലിടുക്കുകളിൽ അമേരിക്കയുടെ വമ്പൻ ന്യൂക്ലിയർ സബ്മറൈനുകൾക്ക് പരിമിതികളുണ്ട്. ഏപ്രിൽ 7 ഇറാനിലെ എണ്ണ കേന്ദ്രമായ ഹാർക്ക് ഐലൻഡിൽ അമേരിക്കൻ ആക്രമണം നടത്തിയെങ്കിലും അതിന് തിരിച്ചടിയായി ഇറാൻ ഒരുക്കിയ നാവിക ചക്രവ്യൂഹം ട്രംപിനെ ഞെട്ടിച്ചു കളഞ്ഞു. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ജഡിവാൻസ് അബ്ബാസ് അറാജി ചർച്ചകൾ പരാജയപ്പെട്ടത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഡോളറിന്റെ കരുത്തില്ലാതാക്കാൻ ചൈനയും റഷ്യയും ഇറാനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാന്റെ എണ്ണ വിതരണം തടഞ്ഞാൽ റഷ്യൻ എണ്ണ ചൈനയ്ക്ക് നൽകുമെന്ന ലാവ്റോവ് ഉറപ്പു നൽകിയത് ലോക ഊർജ വിപണിയിൽ അമേരിക്കൻ നിയന്ത്രണം തകർത്തെറിയാനാണ്. ചൈനീസ് അഡ്മിറൽ ഡോങ് ജൂൺ പറഞ്ഞതുപോലെ ഇറാന്റെ കാര്യത്തിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ലെന്ന നിലപാട് ത്രിശക്തി സഖ്യത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. കാനഡയും ബ്രിട്ടനും സ്പെയിനും വരെ ഇപ്പോൾ ചൈനയുടെ സഹായം തേടുന്നത് അമേരിക്കയുടെ തകർച്ചയുടെ ആഴം കൂടുതൽ വ്യക്തമാക്കുകയാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളിൽ പല യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം നീണ്ടുപോയാൽ ലോകം കാണാൻ പോകുന്നത് മഹാമാന്ദ്യത്തെക്കാൾ വളരെ വലിയ സാമ്പത്തിക തകർച്ചയായിരിക്കും. ഇറാനെ തോക്കുകൊണ്ട് കീഴടക്കാൻ ശ്രമിച്ചാൽ
അതിനു പിന്നിലുള്ള രണ്ട് ആണവ ശക്തികളുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന സന്ദേശം ലാവ്റോവ് ചൈനയിൽ നിന്നും നൽകി കഴിഞ്ഞു. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് ഭൂമിശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒത്തുചേരുന്ന ഒരു പുത്തൻ യുദ്ധതന്ത്രത്തിന്റെ പ്രയോഗം കൂടിയാണ്.